കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ആദ്യ ആരാധനാ പൂജ നാളെ നടക്കും. തിരുവോണം ആരാധനാ ദിവസം വൻ ഭക്തജന പ്രവാഹമാണ് കൊട്ടിയൂരിൽ പ്രതീക്ഷിക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ആരാധനാ പൂജ നാളെ നടക്കും. തിരുവോണം നാളിലാണ് ആദ്യ ആരാധനയായ തിരുവോണം ആരാധന പൂജ നടത്തുക. കൂത്തമ്പലത്തിൽ മത്തവിലാസം കൂത്ത് നാളെ പൂർണ്ണരൂപത്തിൽ ആരംഭിക്കും. ഭണ്ഡാര അറയ്ക്ക് മുന്നിൽ നടത്തുന്ന അലങ്കാരവാദ്യങ്ങളും നാളെ മുതലാണ് ആരംഭിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ആരാധന സദ്യ നടത്തും. സദ്യയ്ക്ക് പാലമൃത് എന്നറിയപ്പെടുന്ന പഞ്ചഗവ്യം സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യും. അഭിഷേകത്തിനായുള്ള പഞ്ചഗവ്യം മുൻപ് വേക്കളത്തെ കരോത്തുനായർ തറവാട്ടിൽ നിന്നായിരുന്നു പാരമ്പര്യ അവകാശപ്രകാരം എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേവസ്വം തന്നെയാണ് പാലമൃത് സമർപ്പിക്കുന്നത്. നിത്യപൂജകളും തുടരും. ചില വസ്തുക്കൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അക്കരെ കൊട്ടിയൂരിൽ നിന്ന് ഉണ്ട് പലാമൃതം. പലാമൃതാണ് ഉണ്ട്. പലാമൃതത്തിലുള്ള അഭിഷേകം ചെയ്യാം. അത് പാല് കൊണ്ടുണ്ടാക്കുന്നത് പലാമൃതം. അത് അവിടെ ഒരാൾ ബ്രാഹ്മണ ഏർപ്പാടാക്കി അദ്ദേഹം അത് പലാമൃതാക്കി കൊണ്ട് നമ്മുടെ പശുവിൻ്റെ പാലിന് അതാണ് പലാമൃതം. അതിനെക്കൊണ്ട് അഭിഷേകം ചെയ്യാം. പിന്നെ നിയമപ്രകാരം ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മുമ്പ് പാലാമൃത് ഇവിടുന്ന് കൊണ്ടുവരില്ലായിരുന്നു. ഈ വർഷത്തെ വൈശാഖോത്സവ കാലത്തെ ഏറ്റവും വലിയ തിരക്ക് ഇന്ന് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളായിരുന്നു കൂടുതലായി എത്തിയത്. 80% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിലേക്ക് എത്തുന്നത്. പുലർച്ചെ മുതലേ സന്നിധാനത്ത് നല്ല ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നു.